തൃശൂരിൽ 3 മുന്നണികളും പരസ്പരം കൊണ്ടും കൊടുത്തും അരങ്ങേറിയ തിരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിന് ഇന്ന് സമാപനം. വൈകിട്ട് 6 മണിക്ക് പ്രചാരണം കൊട്ടിക്കലാശിക്കും. 3 മുന്നണികളും പ്രചാരണ സമാപനം കൊഴുപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ എല്ലാവർക്കും വ്യത്യസ്ത സമാപന കേന്ദ്രങ്ങൾ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. തൃശൂർ നഗരത്തിൽ സ്വരാജ് റൗണ്ടിൽ എം.ഒ. റോഡ് ജംഗ്ഷനിലാണ് പാർട്ടികളുടെ പ്രചാരണ സമാപനം നടക്കുക. സമാപനത്തിന് ശേഷമുള്ള മണിക്കൂറുകൾ നിശബ്ദ പ്രവർത്തനത്തിൻ്റെതാണ്. സംഭവ ബഹുലമായിരുന്നു തൃശൂരിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലം. ജില്ലയിൽ ഇക്കുറി മുഖ്യ ആകർഷകമായത് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യമായിരുന്നു. ജില്ലയിൽ പൊതുയോഗം ഒഴിവാക്കിയ നരേന്ദ്രമോദി സ്വരാജ് റൗണ്ടിൽ റോഡ് ഷോ നടത്തിയാണ് നഗരത്തെ ഇളക്കിമറിച്ചത്. മോദി വന്നുപോയ ശേഷം വലിയ ആത്മവിശ്വാസത്തിലാണ് NDA ക്യാമ്പ്. മോദിക്ക് പുറമെ നിരവധി കേന്ദ്ര നേതാക്കളും NDAയുടെ പ്രചാരണത്തിനായി ജില്ലയിലെത്തി. കോൺഗ്രസിന് വേണ്ടി പരസ്യപ്രചാരണം അവസാനിക്കുന്നതിന് മുമ്പ് ഇന്നലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജില്ലയിലെത്തി. 2 പൊതുയോഗങ്ങളിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. രാഹുൽ ഗാന്ധി ജില്ലയിലെത്തിയത് UDF പ്രവർത്തകർക്ക് വലിയ ഊർജ്ജമാണ് പകർന്നു നൽകിയത്. മുഹമ്മദ് അസ്ഹറുദ്ദീൻ, സച്ചിൻ പൈലറ്റ് അടക്കമുള്ള കോൺഗ്രസ് ദേശീയ നേതാക്കളുടെ സാന്നിധ്യവും ജില്ലയിലുണ്ടായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, VM സുധീരൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരെല്ലാം പലതവണകളിൽ ജില്ലയിൽ വന്നുപോയി. ഇടതുമുന്നണിയുടെ സ്റ്റാർ ക്യാമ്പയിനർ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു. എല്ലാ ജില്ലകളിലും നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി തൃശൂരിലും എത്തിയിരുന്നു. ഇരിങ്ങാലക്കുടയിലും വടക്കാഞ്ചേരിയിലുമാണ് മുഖ്യമന്ത്രി പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുത്തത്. CPM ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, വൃന്ദ കാരാട്ട്, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്നിവരെല്ലാം ഇടതുപക്ഷത്തു നിന്ന് പ്രചാരണത്തിനെത്തിയിരുന്നു. സംസ്ഥാനത്തെ പൊതുവിഷയങ്ങൾക്കൊപ്പം ഗുരുവായൂരിലെ സ്ഥാനാർത്ഥി വിവാദവും ഒളരിയിലെയും വാടാനപ്പള്ളിയിലെയും കിറ്റ് വിവാദവും ചർച്ചകളിൽ നിറഞ്ഞു നിന്നു. പ്രചാരണങ്ങൾ പലവിധമായിരുന്നെങ്കിലും തൃശൂർ ആർക്കൊപ്പമെന്ന് മറ്റന്നാൾ ജനങ്ങൾ വിധിയെഴുതും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.